അഞ്ചാമത്തെ ഹീറ്റ്സ് ആരംഭിക്കുന്നു. നിരണം ചുണ്ടനും പുണ്യാളൻ നിരണവും ആർപ്പൂക്കര ചുണ്ടനുമാണ് ഈ അഞ്ചാമത്തെ ഹീറ്റ്സിൽ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ നിരണം ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിൽ വള്ളമില്ല, മൂന്നാമത്തെ ട്രാക്കിൽ പുണ്യാളൻ നിരണൻ, നാലാമത്തെ ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടൻ. ഈ 4 ചുണ്ടൻ വള്ളങ്ങളും ഈ വെള്ള കൊടി അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ തെക്കോട്ട് ഒരു പടക്കപ്പൽ പായുന്ന പടക്കുതിരകളെ പോലെ പാഞ്ഞു വരും. ഈ അഞ്ചാമത്തെ ഹീറ്റ്സിന്റെ സാക്ഷ്യകരണം നൽകുന്നത് ഞങ്ങൾ പ്രിയങ്കരനായ ജോസഫ് തായങ്കരിക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. നന്ദി ഹരികുമാർ വാലത്ത്. ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാമത്തെ ഹീറ്റ്സാണ് ഇനി നടക്കുവാനുള്ളത്. നിരണം ചുണ്ടൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നുവരും. രണ്ടാമത്തെ ട്രാക്കിൽ വള്ളമില്ല, മൂന്നാമത്തെ ട്രാക്കിൽ പുണ്യവാളൻ നിരണം വള്ളമാണ്, നാലാമത്തെ ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടൻ. 3 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുവാനുള്ളത്. ഇതിൽ 2 എണ്ണം ഈ വർഷം നീറ്റിലിറക്കിയ തനിപ്പുത്തൻ ചുണ്ടൻ നിരണം പുണ്യവാളനും ആർപ്പൂക്കര ചുണ്ടനും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ നിരണം ചുണ്ടൻ, KG എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായ നിരണം ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നുവരുന്നു. നിരണം ബോട്ട് ക്ലബ്ബുകാർ തന്നെയാണ് അതിൽ തുഴയുവാനുള്ളത്. മൂന്നാമത്തെ ട്രാക്കിലൂടെ പുണ്യവാളൻ നിരണം റെന്നി ഫിലിപ്പോസിന്റെയും സുനിൽ കുമാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പുണ്യവാളൻ നിരണം മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. കുമരകം ബോട്ട് ക്ലബ്ബുകാരാണ് അതിൽ മത്സരിക്കുവാനായി എത്തിയിരിക്കുന്നത്. ആർപ്പൂക്കര ബോട്ട് ക്ലബ്ബുകാർ രാഹുൽ പ്രകാശിന്റെ നേതൃത്വത്തിൽ കുമരകത്തെ തന്നെ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് ആർപ്പൂക്കര ചുണ്ടനിൽ പങ്കെടുക്കുന്നു. 3 ചുണ്ടൻ വള്ളങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ഹീറ്റ്സുകളിൽ ഒന്നാം സ്ഥാനത്തെത്തുവാൻ യോഗ്യതയുള്ള 3 കളിവള്ളങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ 3 ഈക്കുറി മത്സരിക്കുന്ന 3 വള്ളങ്ങളും നെഹ്റു ട്രോഫി ലക്ഷ്യമാക്കി തന്നെ പങ്കെടുക്കുന്ന നിരണം ചുണ്ടൻ KG എബ്രഹാമിന്റെ ആ ഒരു വള്ളംകളി സ്പിരിറ്റിന്റെ ദർശനമായ നിരണം ചുണ്ടൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പുണ്യവാളൻ നിരണത്തെ ജനകീയമായ വള്ളം പുണ്യവാളൻ നിരണം റെന്നി ഫിലിപ്പോസിന്റെയും സുനിൽ കുമാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ ആർപ്പൂക്കര ചുണ്ടൻ മറ്റൊരു ജനകീയനായ വള്ളം ആർപ്പൂക്കര ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകംകാര് തുഴഞ്ഞ് കടന്നു വരുന്നു. ഈ 3 കളിവള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കുറച്ചു ദൂരം പിന്നിടുമ്പോൾ ഇപ്പോൾ 3 കളിവള്ളങ്ങൾ തുല്യമായിട്ടല്ല വരുന്നത് എന്ന് തീർച്ചയായും നമുക്ക് പറയുവാൻ കഴിയും. ഇപ്പോൾ ഒന്നാമത്തെ ട്രാക്കിലുള്ള നിരണം അല്പം ലീഡ് നേടിയിട്ടുണ്ട്. അങ്ങനെ 3 കളിവള്ളങ്ങൾ പ്രായേണ 2 പുതിയ വള്ളങ്ങൾ. ഈ വർഷത്തെ 2 പുതിയ വള്ളങ്ങൾ എന്ന് പറയുമ്പോൾ പുണ്യവാളനും നിരണവും കുട്ടനാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തടി വള്ളമാണ്. പച്ചത്തടി വള്ളത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. സ്വാഭാവികമായി തടിക്ക് കനക്ക് കൂടുതലായിരിക്കും. നിരവധി വർഷത്തെ കാത്തിരിപ്പിന്റെ ഒരു പരിണിത ഫലമാണ് പുണ്യവാളൻ നിരണവും ആർപ്പൂക്കര ചുണ്ടനും. ആർപ്പൂക്കര ചുണ്ടൻ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ആർപ്പൂക്കരക്കാർക്ക് നവജീവൻ ബോട്ട് ക്ലബ്ബ് ഉണ്ട്. അവരെ നിരവധി തവണ നെഹ്റു ട്രോഫിയിലൊക്കെ പങ്കെടുത്ത് 2 പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള ഒരു കരക്കാരാണ് ആർപ്പൂക്കരക്കാർ. നവജീവൻ ബോട്ട് ക്ലബ്ബുകാർ 1999 ആലപ്പാടൻ ചുണ്ടനിലും പിന്നെ 2003 കാരിച്ചാലിലും ഈ നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്ത് ട്രോഫി നേടിയിട്ടുള്ള ആർപ്പൂക്കരക്കാരുടെ സ്വന്തമായ ആർപ്പൂക്കര ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകംകാരുടെ നേതൃത്വത്തിൽ ഇവിടെ കടന്നു വരുമ്പോൾ പുണ്യവാളൻ നിരണം റെന്നി ഫിലിപ്പോസിന്റെയും സുനിൽ കുമാറിന്റെയും നേതൃത്വത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് കടന്നു വരുന്നു. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ 1998 തുടങ്ങിയ ഒരു ബോട്ട് ക്ലബ്ബാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. പണ്ട് UBC കൈനകരിയെ നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ പേരും പ്രശസ്തിയുമുള്ള ഒരു ടീമായിരുന്നു കുമരകം ബോട്ട് ക്ലബ്ബ്. നെല്ലാനിക്കൽ പാപ്പച്ചന്റെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ ശക്തമായി പുന്നമടയിൽ വന്ന ഇതിഹാസങ്ങൾ തീർത്ത കല്ലുപ്പറമ്പിലും കാരിച്ചാലിലും ഒക്കെ വന്ന ഇതിഹാസങ്ങൾ തീർത്ത നെല്ലാനിക്കൽ പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള കുമരകം ബോട്ട് ക്ലബ്ബുകാർ അവര് കുമരകംകാർ പല ബോട്ട് ക്ലബ്ബുകളായി പിരിഞ്ഞ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് 98 തുടങ്ങിയപ്പോൾ 99 ആലപ്പാടനിലും അതുപോലെ 99 ആലപ്പാടൻ വള്ളത്തിൽ ആർപ്പൂക്കര ജയിച്ചെങ്കിൽ 2004 5 6 7 അതുപോലെ 2010 ജവഹർ തായങ്കരിയിലും ഒക്കെ വിജയിച്ച ഒരു ചരിത്രമാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബിന് ഉള്ളത്. പക്ഷേ നിരണം ബോട്ട് ക്ലബ്ബ് പുതിയ വള്ളമാണ്. പുതിയ വള്ളം എന്ന് പറഞ്ഞാൽ 2022 കോവിഡ് കാലഘട്ടത്തിൽ പണിത് ഇറക്കിയ ആ ഒരു വള്ളം
ആ വള്ളം പക്ഷേ ഇതുവരെ വിജയിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ KG എബ്രഹാം ഒട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. അദ്ദേഹം ഓരോ വർഷവും വള്ളംകളിക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് നിരണത്തിനെ ഒരു കപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നിരണം ബോട്ട് ക്ലബ്ബ് ഇക്കുറി മറ്റ് പുതിയ 2 വള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് കടന്നു വരികയാണ്. എന്നാലും ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുമ്പോൾ ആ വിശിഷ്ട അതിഥികൾ ഇരിക്കുന്ന പന്തലിനടുത്ത് വരുമ്പോൾ നിരണം തന്നെ അല്പം ലീഡ് ചെയ്യുന്നു. ആർപ്പൂക്കരയും പുണ്യവാളനും തൊട്ടടുത്തുണ്ട്. വളരെ വാശിയേറിയൊരു പോരാട്ടമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 കളിവള്ളങ്ങളും വിജയിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന വള്ളങ്ങളാണ്. അതുകൊണ്ട് തന്നെ വാശിയുണ്ട്. ഇപ്പോൾ നിരണം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 2-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ആർപ്പൂക്കര, 3-ാം സ്ഥാനത്തേക്ക് പുണ്യവാളൻ, നിരണം. അങ്ങനെ വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു 3ാമത്തെ ഹീറ്റ്സിൽ ഈ കളിവള്ളങ്ങളെല്ലാം കാഴ്ചവെച്ചത്. കാരണം ഈ കളിവള്ളങ്ങൾ ജയിക്കുവാൻ വേണ്ടി എത്തിയ കളിവള്ളങ്ങളായിരുന്നു. ആ കളിവള്ളങ്ങളുടെ ആ ഒരു റീപ്ലേ കാണാം. 1ാമത്തെ ട്രാക്കിൽ കൂടെ കടന്നു വരുന്ന നിരണം വള്ളം നല്ല വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായേണ നല്ല വ്യത്യാസം. ഈ 2 പുത്തൻ വള്ളങ്ങളെ കിടക്കുമ്പോൾ ഏകദേശം വെടിത്തടിക്ക് ആ പിന്നിൽ ആയിട്ടാണ് മറ്റു വള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് നിരണം 1ാമതെത്തിയത്.